ഈ പുണ്യ മാസത്തിൽ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടും മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കൽ വളരെ സവിശേഷമായൊരു പുണ്യമാണ്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരായാലും മരിച്ചവരായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ മക്കളായ നമ്മുടെ കടമയാണ്. 5 നേരത്തെ നമസ്കാര സമയങ്ങളിലും അല്ലാത്തപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഹീറ. എൻ്റെ രക്ഷിതാവേ, അവർ ഇരുപേരും എന്നെ ചെറുപ്പത്തിൽ പരിപാലിച്ചു വളർത്തിയതുപോലെ അവരോട് നീ കരുണ കാണിക്കണമേ. നമ്മുടെ മാതാപിതാക്കളെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ വെച്ച് നിങ്ങൾ ഇങ്ങനെയൊന്ന് അവർ കേൾക്കെ പ്രാർത്ഥിച്ചു നോക്കൂ. എൻ്റെ റബ്ബേ, എൻ്റെ പൊന്നുമക്കൾ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ പ്രാർത്ഥിച്ചത് എന്നുള്ള അളവില്ലാത്ത സന്തോഷം അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുമ്മ ഗ്ഫിർലി വാലിദയ്യ. അള്ളാഹുവെ, എനിക്കും എൻ്റെ രക്ഷിതാക്കൾക്കും നീ പുറത്തു തരണേ എന്നുകൂടെ പ്രാർത്ഥിക്കണം. ഈ പുണ്യ റജബിൽ തിരിച്ച് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. മക്കൾ സദ്വൃതരാകാനും അള്ളാഹുവിൻ്റെ വഴിയിൽ ജീവിക്കാനും മാതാപിതാക്കളുടെ പ്രാർത്ഥന അനിവാര്യമാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത്തൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങളുടെ പങ്കാളികളിൽ നിന്നും ഞങ്ങളുടെ സന്തതികളിൽ നിന്നും കണ്ണിന് കുളിർമയേകുന്നവരെ ഞങ്ങൾക്ക് നീ നൽകണമേ. ഞങ്ങളുടെ മുത്തക്കീങ്ങൾക്ക് നീ മാതൃകയാക്കണമേ. മക്കൾ കേൾക്കെ തന്നെ അവരെ കെട്ടിപ്പിടിച്ചിടക്കൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുക. അവർ കരുതട്ടെ, എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന എൻ്റെ കൂടെയുള്ളിടത്തോളം കാലം ഒരിക്കലും ഞാൻ നല്ലൊരു കുട്ടിയാകാതെ വളരില്ല എന്ന്.